നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ പുസ്തകങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് സേവന സ്വാഗതം. ഞാൻ നബീൽ ബലങ്കാവ്. ഞാനിപ്പോൾ ഉള്ളത് കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പ് നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ടിൻ്റെ തൊട്ടുമുള്ളായിട്ട് അവരുടെ തന്നെ ഒരു സ്ഥാപനമുണ്ട്, നാച്ചുറൽ ബ്യൂട്ടി സലൂൺ. അതായത് ഇൻ്റർനാഷണൽ ബേസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഫ്രാഞ്ചൈസിയാണ് നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ മുകളിലുള്ളത്. അതായത് നമുക്കറിയാം, ഇന്ന് എല്ലാവരും നമ്മൾ പുതിയ ട്രെൻഡാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മുടെ താടിയുടെ ആയിക്കഴിഞ്ഞാലും മുടിയുടെ ആയിക്കഴിഞ്ഞാലും മുഖത്തിലേക്ക് ആയിക്കഴിഞ്ഞാലും നമ്മളെല്ലാത്തിനും ഒരു ഭംഗി നമ്മൾ ആഗ്രഹിക്കുന്ന ആളെ ഒരു വ്യക്തി ആയിക്കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ രീതിയിൽ ആധുനിക ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ആധുനിക മിഷനറീസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്നൊരു സ്ഥാനമാണ് നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി സലൂൺ എന്ന് പറയുന്നത്. നമ്മുടെ കൂത്തുപറമ്പുള്ള സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഷോറൂമിൻ്റെ മുകളിലാണ് ഈ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. അപ്പം എല്ലാവരും സേവനം സ്വാഗതം ചെയ്യുന്നു, പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ചോദ്യം ചോദിക്കണം, കൂടെ സമ്മാനം കൊടുക്കേണ്ട ഒരു പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നമ്മുടെ ഒരു ചേട്ടാ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഒന്ന് ഹെയറൊക്കെ ഒന്ന് ക്ലിയറായി വന്നിട്ട് ഒന്ന് പരിചയപ്പെടാം. വാ, നമസ്കാരം. ഓക്കെ, പേര്? സെയ്ഫ് അസീസ്. സേഫായിട്ട് അല്ലേ? പേര് തന്നെ ഒരു സേഫ് ഉണ്ട്. എൻ്റെ സ്വന്തം സ്ഥലം എവിടെയാണ്? മമ്പറം. പാലത്തിൻ്റെ അപ്പുറമാണോ പാലത്തിന് ഇപ്പുറമാണോ? പാലത്തിനപ്പുറം കണ്ണൂർ സൈഡിലേക്ക്, ഇപ്പുറ സൈഡിലല്ല, അപ്പുറം അഞ്ചരക്കണ്ടി സൈഡിലേക്ക്. ഓക്കെ, ജോലി എന്താ ചെയ്യുന്നത്? അബുദാബി രാജാവാണോ അബുദാബി ഷെയ്ഖാണോ? ഭരണാധികാരി എന്താ പറയാ അവിടെ? അബുദാബി ഭരണാധികാരി. അബുദാബിയിൽ എത്ര വർഷമായി? 7 വർഷത്തോളം. 7 വർഷം. ഈ അബുദാബി മറ്റേ ദുബായ് ഒക്കെ തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും? അധികം അബുദാബി നിൽക്കില്ല, ഞാൻ ഓഫ് ഷോർ നോക്കിയാണ്, നോക്കിയതാണ്. ടൗണിലങ്ങനെ നിർത്തില്ല. അവിടെ മൂവി തിയേറ്റർ ഒക്കെ ഉണ്ട്? അവിടെ ഈ പിന്നെ കഴിഞ്ഞ തവണത്തെ പുതുവർഷത്തിന് എവിടെ ഉണ്ടായിരുന്നു? നാട്ടിലാണോ അവിടെയായിരുന്നു? ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അബുദാബിയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും വർഷം പുതുവർഷത്തിന് അവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിട്ടില്ല. നാട്ടിൽ തന്നെ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് പുതുവർഷ ആശംസകൾ നേരുന്നു. അപ്പോൾ കൂടെ ഞാൻ ചെറിയൊരു ചോദ്യമാണ്, ഒരു ഫണ്ണി ക്വസ്റ്റ്യനാണ്. ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്, സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനമുണ്ട്. ചോദ്യം എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യർക്കുള്ളതാണ്. ആദ്യത്തെ അക്ഷരം പോയി കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഇത് ആവശ്യമാണ്. എന്താണ്? മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമാണ്. എല്ലാ മനുഷ്യർക്കുള്ളതാണ്. അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ഇത് ആവശ്യമാണ്. സന്തോഷം, താങ്ക് യു. ഓക്കെ, യെസ്. ഇനി ഒന്ന് കുറച്ച് ഇരുന്ന് സംസാരിക്കാം. നമസ്കാരം. പേര്? നീ എവിടെ സ്ഥലം? നീയുടെ? മൂര്യാട്. ഈ മൂര്യാട് ഒറ്റ മൂര്യാടിലുള്ളൂ? മേലത്തെ മൂര്യാട്, താഴത്തെ മൂര്യാട് അങ്ങനെയുണ്ടോ? ഈ നരവൂരുണ്ടല്ലോ, മേലെ നരവൂരും അങ്ങനെയുണ്ടോ? അറിഞ്ഞൂല. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യുന്നു? പ്ലസ് ടു എവിടെ പഠിക്കുന്നത്? മമ്പറത്താണ്. എങ്ങനെയുണ്ട് പഠനമൊക്കെ? എന്തുണ്ട്? ഏതാ എടുത്തത്? സയൻസ് ആണോ? കൊമേഴ്സ് ആണ്. ഈ കൊമേഴ്സ് എടുത്താലുള്ള ഒരു ഗുണം എന്താ? ഏത് മേഖല ജോലി കിട്ടും കൊമേഴ്സ് എടുത്താൽ? ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യാനാണ് താല്പര്യം. അതുകൊണ്ടാണ് ആ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. ഓക്കെ, ഫ്രണ്ട്സ്, അതായത് നിങ്ങൾ പ്ലസ് 1 പഠിക്കുമ്പോഴുള്ള അതേ കൂട്ടുകാർ തന്നെയാണ് ഇപ്പം പ്ലസ് 2 നിങ്ങൾ പഠിക്കുമ്പോൾ? അല്ല, ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും കൂട്ടുകാരുണ്ടോ അന്നത്തെ കൂട്ടുകാർ കൂടെ? ഇല്ല, എല്ലാം പുതിയ ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഡിവിഷൻ കഴിയും തോറും നമുക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും. അപ്പോൾ നമ്മൾ ഡിഗ്രിയൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കണ്ട് പോയി. പക്ഷേ ഇപ്പം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആജീവനാന്ത കാലം നമ്മൾ സുഹൃത്തും നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പം ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ? ചേച്ചിയുണ്ട്. ചേച്ചിയാണ്, ചേച്ചി ഉള്ളിലുണ്ട്. ചേച്ചിയുടെ പേരെന്താ? അക്ഷയ. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം. അപ്പം നമ്മൾ നാച്ചുറൽ ബ്യൂട്ടി സലൂണിലാണുള്ളത്. അതായത് നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ടിൻ്റെ തൊട്ട് മുകളിലാണ് ഇൻ്റർനാഷണൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ ഒരു ബ്രാഞ്ചാണ് നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ ഒരുപാട് ക്രിസ്മസ് പുതുവത്സരത്തിൻ്റെ ഒരുപാട് ഓഫറൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സഹോദരിയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, റെഡി? വളരെ ലളിതമായിട്ടുള്ളൊരു ഫണ്ണി ക്വസ്റ്റ്യനാണ്. എല്ലാ മനുഷ്യർക്കും ഇതുണ്ട്. ഓക്കെ, എല്ലാ മനുഷ്യർക്കും ഇതുണ്ട്. അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ഇത് ആവശ്യമാണ്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ആവശ്യമാണ്. എന്താണ്? കേട്ട പാടി കേട്ടു അറിയില്ല. പാട്ട് പാടാറുണ്ടോ? ഇല്ല. പിന്നെ ഹോബീസ് എന്താണ്?
പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ചേച്ചിയെ കാത്തിരിക്കുകയാണ് അനിത്യക്കുട്ടി അല്ലേ? ഓക്കെ, സന്തോഷം. നമസ്കാരം. അമ്മ എത്ര പേര്? രമ്യ. രമ്യ. സ്ഥലം എവിടെയാ? കൈതേരി. കൈതേരി. കൈതേരി എന്നാണ് പറഞ്ഞേ? കൈതേരി. ഞാൻ കൈതേരി എന്ന് പറഞ്ഞു. കൈതേരിയിൽ എവിടെയാ? 12 മൈൽ. 12 മൈൽ. 11 മൈൽ എവിടെയാ? തൊട്ടിപ്പുറം. 10 മൈൽ അറിയില്ല. അപ്പം കൈതേരി 12 മൈൽ എന്നുള്ള സ്ഥലമുണ്ട്. 11 മൈൽ ഉണ്ടോ? വേറെ ഒന്നും അല്ലെങ്കിൽ താഴോട്ട് മുകളിലുള്ള സ്ഥലമില്ല. അത്ര വരെ ഉള്ളൂ. അപ്പം ഇതിന്റെ മെയിൻ നിങ്ങളാണ് മാനേജർ. മാനേജറാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്രയായി? 1 ഇയർ കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. അപ്പൊ ഇനോഗ്രേഷൻ മറ്റേ അതിന്റെ വാർഷിക പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട്. അപ്പൊ എന്താണ് ഇത്തവണ നമ്മുടെ പുതുവർഷ ഓഫറുകളൊക്കെ എന്താണ് നമ്മുടെ വരുന്ന കസ്റ്റമേഴ്സ് കൊടുക്കുന്നത്? 2026 ആയിട്ട് ഞങ്ങൾ പുതിയ നല്ല കോംബോ ഓഫേഴ്സ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിലും നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലേഡീസ് ആൻഡ് ജെൻസ് ബോത്ത് രണ്ടുപേർക്കുള്ളതും ഉണ്ട്. ഫാമിലി സലൂണാണ് ഇത് എക്സ്പെഷ്യലി. സോ എല്ലാവർക്കും ഉള്ളൊരു കിഡിലൻ കോംബോ ഓഫർ 2026 വെയിറ്റ് ചെയ്യുകയാണ്. സോ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റയിൽ മാത്രം നമ്മുടെ കസ്റ്റമേഴ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുക്കും. കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അതിനകത്ത് വരും. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ എല്ലാ സോഷ്യൽ മീഡിയാസിലും ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. എന്നാലും സോഷ്യൽ മീഡിയാസൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വൈഡായിട്ട് നമ്മൾ പരന്ന് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഓഫറുകൾക്കായിട്ട് കസ്റ്റമേഴ്സ് കാത്തിരിക്കുക. കസ്റ്റമേഴ്സിന് ഓഫർ കൈനറി ഓഫറുകളായിട്ട് നമ്മൾ നാച്ചുറൽ ബ്യൂട്ടി സലൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം പിന്നെ ചെറിയൊരു ചോദ്യം. ഓക്കെ, ഉത്തരം കിട്ടിയാ? ഉത്തരം കിട്ടിയാ? ഇപ്പോൾ ഉത്തരവും കിട്ടിയാ? ഓക്കെ, അപ്പോൾ ചോദ്യമാണ്, എല്ലാ മനുഷ്യർക്കും ഇതുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും, മൃഗങ്ങൾക്കും മനുഷ്യർക്കും പക്ഷികൾക്കും ചെറു ജീവികൾക്കൊക്കെ ആവശ്യമാണ്. എന്താണ്? ശരിയാണോന്ന് അറിയില്ല. ആശ്വാസം. മാറ്റിക്കഴിഞ്ഞാൽ ശ്വാസം. അതെല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. ആശ്വാസം ഇല്ലാതൊരു നമുക്കൊരു റിലീഫ് ഇല്ലാതൊരു ഇതില്ലല്ലോ. സോ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയതാണ്. അറിയില്ല. ശരിയാണ്. പേര് രമ്യ. നല്ല പേര്. ഇപ്പം എനിക്കൊരു ആശ്വാസമായി. എന്നുവെച്ചാൽ ഞാൻ ചോദിക്കുമ്പോൾ ആ ഉത്തരം കിട്ടിയതൊക്കെ എനിക്ക് കിട്ടിയ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി ടൈം വേണമല്ലോ. അപ്പം ഈ ഒരു ഉത്തരം പറഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസമായത്. കാരണം ഉത്തരം തെറ്റാണ്. വളരെ സന്തോഷമുണ്ട്. ഓക്കെ, പറഞ്ഞതില് ശ്വാസം എല്ലാവർക്കും വേണോ? പക്ഷേ നമ്മളിത് ഇത് നമുക്ക് കാണാൻ പറ്റും. മനുഷ്യരിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് അതുകൂടി ഒന്ന് പറയാം. ഇത് പറഞ്ഞുകൊണ്ട് പറയാം, എല്ലാ മനുഷ്യരിലും ഇത് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം മാറ്റി കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ഇത് ആവശ്യമാണ്. പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, എല്ലാവരും. ഒറ്റ അക്ഷരം മാറ്റം. സന്തോഷായി ഗോപിയേട്ട. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. യെസ്, താങ്ക് യു. യെസ്, ഓക്കെ. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനോ ഇങ്ങനെയായി. എല്ലാവരും പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ആങ്കറിങ് മേഖലയിലേക്ക് വരുന്ന ആൾക്കാർ, ഇത് അവതാരകനായോ അവതാരികയായോ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മലയാളത്തിൽ മാത്രം സംസാരിച്ചാൽ പോരാ. മലയാളം, ഇംഗ്ലീഷ്, പ്രത്യേകിച്ച് ഹിന്ദി നമ്മൾ പഠിച്ചേ പറ്റുക. നമ്മുടെ ഒരുപാട് അതിഥികൾ നമ്മുടെ ഹിന്ദി സംസാരിക്കുന്ന സഹോദരന്മാരാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ മാലവും ഇതൊക്കെ ഇച്ചിരി പഠിച്ചു നോക്കുക നല്ലതാണ്. അത് പഠിക്കാത്തതുകൊണ്ട് ഞാൻ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയും കൂടി പെട്ടിട്ടുണ്ട്. നമസ്കാരം ഭായി. ഓക്കെ, അപ്പം നാം അൻസാർ. അപ്പം ഇവിടെ അൻസാർ ഒരുപാടുണ്ട്, അവിടെ അൻസാറുണ്ട്. घर किधर है? यूपी, कानपुर. उत्तर प्रदेश कानपुर. और उधर क्या काम है उधर वालों का? इधर भी सैलून है, नॉर्मल भी है. सैलून? हाँ, नॉर्मली. इसे तरह एसी सैलून है उधर? हाँ है. आड़ी एसी है, इवड़ी एसी है. अब कोई इधर कितना दिन हो गया, कितना साल हो गया? 6 month. कैसे है कन्नूर, കൂത്തുപറമ്പ്, കേരള, ഇന്ത്യ? अच्छा है. ഇവിടെ പ്രത്യേകിച്ച് ഇവരുടെ ഗുണം വെച്ചാൽ ഏട്ടനായാലും അനിയത്തി ആയാലും ചേച്ചി ആയി കഴിഞ്ഞാൽ എല്ലാവരും അച്ഛാന്ന് വിളിക്കും. അതാണ് ഇവർ പ്രത്യേകിച്ചാൽ അച്ഛാ ഹും. ओके, आप इधर क्या काम करता है? मैं इधर हेयर ड्रेसर हूँ. हेयर ड्रेसर. यस. एक आदमी को हेयर ड्रेस करने के लिए कितना टाइम? 45 to 50 minutes. 45 മുതൽ 50 മിനിറ്റ് വരെ ഉണ്ടെങ്കിൽ തല ശരിയായി തരും. ഓക്കെ അല്ലേ? ഓക്കെ, അവിടെ നിർത്താം. ഓക്കെ, മലയാളം പേര്?
ജോസ്മ. സ്ഥലം എവിടെയാ? കാടാച്ചർ. കാടാച്ചെറിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഹെയർ ഡ്രസ്സിങ്ങിനാണ് നടക്കുന്നത്? ആണ്. ഹെയർ ആൻഡ് ബ്യൂട്ടി. ഹെയർ ആൻഡ് ബ്യൂട്ടിയാണ്. ഓക്കെ. ഈ നമ്മൾ സൗന്ദര്യം നമുക്ക് മുഖമൊക്കെ നല്ല വെട്ടിത്തിളങ്ങി ഒരു തിളക്കാറ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫേഷ്യൽ ചെയ്യണം? ബ്രൈറ്റനിങ് ഫേഷ്യൽ ചെയ്യണം. അതിപ്പോൾ നമ്മൾ എത്ര ദിവസം വരെ ബ്രൈറ്റനിങ് ഫേഷ്യൽ നിൽക്കും? നമുക്കിപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 weeks വരെ കിട്ടും. പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന പോലെ ഇരിക്കും. വെയിലത്ത് അങ്ങനെ ഇങ്ങനെയെല്ലാം ഇറങ്ങുന്നില്ല. വെയിലത്ത് ഇറങ്ങരുത്. പിന്നെ അങ്ങനെയാണ് കൊടച്ചൂടി നടക്കണം. ഡയറക്റ്റ് ചേർത്താൽ എങ്ങനെ? പക്ഷേ എന്ന് വെച്ചാൽ സൺസ്ക്രീൻ ചെയ്താൽ 100% പ്രൊട്ടക്ഷൻ അല്ല. നമുക്ക് അത് അതിൻ്റെതായ ഒരു ചെറിയൊരു ഇതിൽ കിട്ടും. എൻ്റെ പേര് പറഞ്ഞ ജോസ്മ മേഡത്തെയും ഇവരൊക്കെ പോലെ ചേട്ടൻ്റെ പേര് അൻസാർ സാറിന് പോലെയൊക്കെ നല്ല എന്താ പറയുക തെളിമയാർന്ന മുഖം കിട്ടണമെങ്കിൽ നമ്മൾ ഫേഷ്യൽ ചെയ്യുക. പിന്നെ സൂര്യപ്രകാശം ഡയറക്റ്റ് നമുക്ക് മുഖത്തടിക്കാതിരിക്കാൻ വേണ്ടി സൺസ്ക്രീൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ഹിന്ദി ഗീത് ഗാവന 2 ലൈൻ. അതാ നിങ്ങൾ മലയാളം പാട്ട് പഠിക്കും? ओके सही. मुझे हिंदी में क्वेश्चन पूछने के मालूम नहीं, वो मलयाളം में मैं बोलते हैं वो എന്തോട്ടെ ചോദ്യം ചോദിക്കാം. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവരോട് ഹിന്ദി തന്നെയാണ് സംസാരിക്കുന്നത്? കുറച്ച് ഹിന്ദി അറിയാം. അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോകും? നിങ്ങൾക്ക് കുറച്ച് ഹിന്ദി അറിയാം, പുള്ളിക്കാരന് കുറച്ച് മലയാളം അറിയാം അല്ലേ? മലയാളം മനസ്സിലായോ? കുറച്ച് മനസ്സിലായി. ഓക്കെ, ശരി. ചോദ്യം, എല്ലാ മനുഷ്യർക്കും ഇതുണ്ട്. ഓൾ പീപ്പിൾ, അതായത് ഹിന്ദി ആയാലും തമിഴായാലും തെലുങ്കായാലും എവിടെ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇതുണ്ട്. അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് ഈ മനുഷ്യർക്കുള്ളത് നമുക്ക് കാണാൻ പറ്റും. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കുള്ളത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും അത്യാവശ്യമാണ്. അത് നമുക്ക് കാണാൻ പറ്റൂല. കാണാൻ പറ്റുന്നതാണ്. എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, അത് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ അതിന്റെ ആദ്യത്തെ അക്ഷരം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാണാൻ പറ്റുന്നതാണെങ്കിൽ ഭവനം മാറ്റി കഴിഞ്ഞാൽ വരം. എന്തൊക്കെ ആലോചനയെന്നറിയോ? നേരത്തെ മേഡം ആലോചിച്ച പോലെ തന്നെ ഇവിടെ ആലോചിച്ചിട്ട് ആശ്വാസമായി ഇവിടെ ഭവനമൊക്കെ ആയിട്ട് മാറുകയാണ്. ഞാൻ ചോദിച്ചത് ഒന്നും മനസ്സിലാതെ ഇദ്ദേഹം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഹാപ്പി ന്യൂ ഇയർ ജി. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ നാച്ചുറൽസ് ബ്യൂട്ടി സലൂൺ, അതായത് നമ്മുടെ കൂത്തുപറമ്പ് സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ മുകളിലാണുള്ളത്. ഇൻ്റർനാഷണൽ ലെവലായിട്ടൊരു കമ്പനിയാണ്, അതിൻ്റെ ഒരു ബ്രാഞ്ചസാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തൊരു സഹോദരിയുണ്ട്, അഡ്വാൻസ് ആയിട്ട് എന്നോട് പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ഫജില. സ്ഥലം പാതിരിയാട് ഫജില. ഇവിടെ എത്രയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? 2 days. 2 ദിവസമായിട്ട്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങളുടെ ഡ്യൂട്ടി? എന്താണ്? റിസപ്ഷനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും 2 ദിവസമായിട്ട് ഉള്ളു ഡ്യൂട്ടിക്ക് വന്ന വ്യക്തിയാണ്. ഓക്കെ, നമ്മളിവിടെ നമ്മുടെ ഈ ഒരു സലൂണിലേക്ക് വരുന്ന സമയത്തിന് നമ്മളെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെൽക്കം ചെയ്ത ഒരാൾ കൂടിയാണ്. അപ്പോൾ ചെറിയ ചോദ്യം, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ട്, അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമാണ്, പക്ഷെ അത് കാണാൻ പറ്റൂല. ഇത് രണ്ടും ഇവിടെയുണ്ട്. ഉത്തരം അറിയോ? ഇവിടെ ഉണ്ട്. ഉത്തരം അറിയോ? ഓക്കെ, ഞാൻ ക്ലൂ കൊടുക്കാൻ വേണ്ടി പോകാം. അപ്പോൾ നമ്മൾ ക്ലൂ കൊടുത്തിട്ട് ഉത്തരം പറയിച്ച് സമ്മാനം കൊടുക്കുന്ന പരിപാടി നമുക്കുണ്ടെന്നുള്ള കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നതാണ്. വീണ്ടും ഞാൻ ഇവിടെ ഒരു ക്ലൂ കൊടുക്കാൻ വേണ്ടി പോവാണ്. ചോദ്യമാണ്, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളതാണിത്. ഓക്കെ, നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമാണ്, പക്ഷെ അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഈ പറഞ്ഞ രണ്ടും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് പല വലിപ്പത്തിലുണ്ട്. ഏത്? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് മനുഷ്യർക്കുള്ളത് ഇവിടെ പല വലിപ്പത്തിലുണ്ട്. അതല്ല. അതായത് ഇവിടെ തന്നെ ഇവിടെ നമ്മളിപ്പം ക്യാമറയുടെ മുന്നിൽ ഇപ്പം നമ്മൾ 5 പേര്, പുള്ളിക്കാരനടക്കം വേറൊരാൾ കൂടി 5 പേരുണ്ട്.
നമ്മളിൽ തന്നെ പല വലുപ്പത്തിലും ഉള്ളൊരു വസ്തുവാണ്, ഒരു സംഭവമാണ്. നമ്മളിൽ തന്നെ ഇത് പല വലുപ്പത്തിലുണ്ട്. അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം മാറ്റി കഴിഞ്ഞാൽ ഹെയർ ആണ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരം മാറ്റി ഹെയർ ആയില്ലേ, അത് കാണാൻ പറ്റില്ല. ഹെയർ എല്ലായിടത്തും കാണാൻ പറ്റും. അതിന്റെ എച്ച് മാറ്റി കഴിഞ്ഞാൽ എയർ ആയി. എയർ കാണാൻ പറ്റില്ല, പക്ഷെ എല്ലാവർക്കും ആവശ്യമാണ്. സമാധാനായി. യെസ്, കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഏത് ചോദ്യം ചോദിക്കുന്ന കൺഫ്യൂഷനിൽ ഞാൻ ആദ്യം ഒരു ചോദ്യം കണ്ടുപിടിച്ച് നമ്മുടെ ഡയറക്ടറോട് ചോദിച്ചു, ഇതിൻ്റെ എങ്ങനെയാണിത് കറക്റ്റാണോ? എന്നാൽ പുള്ളിക്കാരൻ പറഞ്ഞത് ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് പറ്റിയ ചോദ്യമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ട്, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ആദ്യത്തെ അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമാണ്, പക്ഷെ ഇത് കാണാൻ പറ്റില്ല. എന്തെന്നാണ് ഉത്തരം? ഹെയർ, അതായത് മുടി. നമ്മൾ ഫസ്റ്റ് ഇവിടെ പരിചയപ്പെട്ട ചേട്ടായി തന്നെ ഹെയർ ഡ്രസ്സ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഹെയർക്ക് എന്ത് ഹെയർ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് ചോദിച്ചു. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഹെയർ ആണ്. ഹെയറിൻ്റെ എച്ച് പോയി കഴിഞ്ഞാൽ എയർ, വായു. അതിവിടത്തെ കൊണ്ട് എല്ലായിടക്കും ഉണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. വായു ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ മുടിയാനിതാ ഇവരുടെ ഓരോ സ്റ്റൈലിലുള്ളത്, ഓരോ സ്റ്റൈലിലാണ് നമ്മുടെ ഒരാൾക്കാർ മുടിയുടെ വലിപ്പമുള്ളത്. അപ്പോൾ എന്താ ഉത്തരം പറഞ്ഞിരിക്കുന്നത്? എന്താ പേര്? കൈതേരി രമ്യ ഫ്രം കൈതേരി. ഓക്കെ, ഇപ്പം മേഡത്തിലുള്ള സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യുന്നു. റെഡി? നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. ഓക്കെ, കൂടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഓക്കെ, സ്കൈ ഗോൾഡൻ. അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പുതിയ വർഷമാണ്. പുതിയ വർഷത്തിൽ പുതിയ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പം മോശം കാര്യം ചെയ്യുന്നവരെന്നല്ല, നമ്മൾ എന്തെങ്കിലും മോശം കാര്യം ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നല്ല കാര്യങ്ങളിലേക്ക് പോവുക. എനിക്കും പറയാനേ പറ്റൂ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ ചെയ്യുന്നതാണല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. ഗുഡ് ബൈ.